കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ആത്മഹത്യ ചെയ്ത എൻ.എം. വിജയന്റെ കുടുംബവും ഇന്ന് രംഗത്ത് വന്നു. പാർട്ടി പറഞ്ഞു പറ്റിച്ചുവെന്ന് എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേൾക്കാം. എൻ.എം. വിജയന്റെ എല്ലാ ബാധ്യതകളും തീർത്തു തരുന്ന ഉറപ്പ് തന്നതല്ലേ? അച്ഛൻ മരിക്കുന്നവരെ നല്ലോണം ജോലിക്ക് പോയി സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നില്ലേ? അതിനൊക്കെ ആര് സമാധാനം പറയും? ഞാനും സാധാരണ ഒരു സ്ത്രീയാണ്. എനിക്ക് പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഞങ്ങളല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാലാണോ ഇവർക്ക് ഇനി കണ്ണു തുറക്കുള്ളൂ ഈ കോൺഗ്രസ്? എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വീടിരിക്കുന്ന പട്ടയം എന്തിനാണ് വെച്ചതെന്ന് അച്ഛൻ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അത് അവർ ഞങ്ങൾക്ക് തിരിച്ചെടുത്തു തരാമെന്നുള്ളത് അവരുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണത്. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് KPCCന് മുന്നിൽ പോയിട്ട് നിരാഹാരം ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി. സാനിയ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയ മനോമി, ഈ പത്മജ പറയുന്നതനുസരിച്ച് എൻ.എം. വിജയന്റെ മരുമകൾ പറയുന്നതനുസരിച്ച് പാർട്ടി പറ്റിച്ചുവെന്നാണ്. ഒടുവിൽ അവർ അന്തിമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ്. KPCCക്ക് മുന്നിൽ തന്നെ പോയി നിരാഹാരമിരിക്കും എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള ഒരു ചതി പറ്റി എന്നാണോ എൻ.എം. വിജയന്റെ മരുമകൾ പറയുന്നത്? സാനിയ, അങ്ങനെ തന്നെയാണ് അരുൺ. അതായത് എൻ.എം. വിജയന്റെ മരുമകൾ പറയുന്നത് ഞങ്ങൾ മരിച്ചാൽ മാത്രമേ കോൺഗ്രസ് നേതൃത്വത്തിന് കണ്ണു തുറക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എൻ.എം. വിജയന്റെ മകൻ വിജേഷിന് സ്ട്രോക്ക് വരികയും അങ്ങനെ ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്തത്. ആശുപത്രിയിലായ സമയത്ത് ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ പോലും പലരുടെയും മുൻപിൽ കൈനീട്ടേണ്ടി വന്ന ഗതികേടുണ്ടായി എന്നാണ് അവർ പറയുന്നത്. മാത്രവുമല്ല, ഈ വീട് പണയം വെച്ചത് പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എൻ.എം. വിജയൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പട്ടയം ബാങ്കിൽ നിന്ന് എടുത്തു തരേണ്ടത് പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്നും അവർ പറയുന്നു. കൂടാതെ KPCCക്ക് മുൻപിൽ സമരമിരിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് എൻ.എം. വിജയന്റെ മരുമകൾ പത്മജ ഇപ്പോൾ നൽകുന്നത്. മാത്രമല്ല, തങ്ങളുടെ ജീവിതം തകർത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് അവർ പറയുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വളരെ നന്നായി ജീവിച്ചു പോന്നിരുന്ന ഒരു സാഹചര്യം, അവിടെ നിന്നാണ് എൻ.എം. വിജയൻ മകന് വിഷം നൽകിക്കൊണ്ട് പിന്നീട് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നത്. ഇതൊക്കെയും ആ കുടുംബത്തിനെ തകർത്തു കളഞ്ഞു. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇനിയിപ്പോൾ എൻ.എം. വിജയന്റെ മരുമകളായ പത്മജ മാത്രമേ ഉള്ളൂ. മകൻ വിജീഷിനെ സംസാരിക്കാനടക്കമുള്ള മറ്റ് ആളുകളെ ഫേസ് ചെയ്യാനടക്കമുള്ള വലിയ പ്രയാസങ്ങളുണ്ട്. ദിവസവും കടം ചോദിച്ചുകൊണ്ട് വാങ്ങിയ പണം തിരികെ ചോദിച്ചുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരോടൊക്കെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല എന്നാണ് പറയുന്നത്. 2.5 കോടി രൂപയുടെ കണക്കുകൾ, അതായത് തങ്ങളുടെ അച്ഛനുണ്ടായിരുന്ന കടം 2.5 കോടി രൂപയാണ്. അത് മുഴുവനും പാർട്ടിക്ക് വേണ്ടിയാണ് ചെലവഴിച്ചതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റിന് അവർ കത്തയച്ചിട്ടുണ്ട്. അതിൽ 2.5 കോടിയിൽ 20 ലക്ഷം രൂപ, അതായത് 2 തവണയായി 10 ലക്ഷവും 10 ലക്ഷവും വീതം കൊടുത്തു. അത് കൊടുത്താൽ